ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ നിറമാലയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ നിറമാലയുടെ അന്ന് തന്നെയാണ് പ്രാവശ്യം തിരുവാതിരയും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അമ്മ പുഴുക്കും കൂവപ്പായസമൊക്കെ വെച്ചിട്ട്. അപ്പോൾ പപ്പടം കഴിക്കില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരോ കമൻറ്റ് ഇട്ടിട്ട് കണ്ടു പപ്പടം കഴിക്കും തിരുവാതിരയ്ക്ക് എന്ന്. ഞങ്ങൾ സാധാരണ കഴിക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേയും എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എഴുതിയമ്മയ്ക്ക് വർക്കുണ്ട്. ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അല്ലെങ്കിൽ നേരത്തെ കണ്ടത് അനിയനാണ്, പിന്നെ എഴുതിയമ്മ, അച്ഛൻ, പിന്നെ ഏട്ടനെയാണ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി എത്തിയിട്ടില്ല, അരുണേട്ടനും എത്തിയിട്ടില്ല. രണ്ടുപേർക്കും ലീവ് ഉണ്ടായിരുന്നില്ല. ഇട ദിവസമായിരുന്നു, ബുധനാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ ലീവ് കിട്ടിയില്ല രണ്ടുപേർക്കും. എഴുതിയമ്മയ്ക്കും വർക്ക് ഫ്രം ഹോം ആയിരുന്നു കേട്ടോ. ഫുൾ ടൈം ഒന്നും ഇരിക്കേണ്ട, ഫ്ലെക്സിബിളായിട്ട് ഇരുന്നാൽ മതി. ശിവു ആണെങ്കിൽ ഭയങ്കര വാശിയിലായിരുന്നു. അവന് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വേഗം ശിവുവിനെ കിടത്തി ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കണത്. അവൻ ഉറക്കം വന്നിട്ടുള്ള വാശി പിടിക്കലുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ രാവിലെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അങ്ങനെ സാധാരണ എല്ലാ പ്രാവശ്യവും ആനേനെ എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ ആനേനെ സ്വീകരണമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും കാണാൻ പോയില്ല. ഈവനിങ് ആണ് കേട്ടോ ഞങ്ങൾ പിന്നീട് അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈവനിങ് ഉള്ള കാഴ്ചകളും വിശേഷങ്ങളും ആണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ 2 ടീമായിട്ടാണ് കേട്ടോ നിറമാല ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. പടിഞ്ഞാറേ നടയും കിഴക്കേ നടയും അങ്ങനെ ഓരോ ടീം, ഓരോ ആനകളാണ് ഉണ്ടായിരുന്നത്. 2 ആനയാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്പലം പണിയും പുനരുദ്ധാരണമൊക്കെ നടക്കണ കാരണം ഇപ്രാവശ്യം വലിയ ഗംഭീരമല്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിനും കേമായിട്ടാണ് ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ ഇത് കിഴക്കേ നട ടീമാണ് കേട്ടോ കയറി വരുന്നത്. നേരത്തെ കണ്ടത് പടിഞ്ഞാറേ നട ടീമാണ്. അപ്പോൾ ഈ പടിഞ്ഞാറേ നടക്കാർ കൊട്ടിക്കഴിഞ്ഞ് മാറിയതിന് ശേഷമാണ് കിഴക്കേ നടക്കാർ നടയുടെ മുമ്പിലെത്തുക. അപ്പോൾ സാധാരണ ഈ ഒരു ടൈമിനുള്ളൊക്കെ ഏകദേശം തീരാറാവേണ്ടതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല ലേറ്റായി ഇവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫുള്ള് കാണാനൊന്നും നിന്നില്ല കേട്ടോ. ഫുള്ള് കാണാൻ നിന്ന് കഴിഞ്ഞു വെച്ചാൽ നല്ല ലേറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയി പിന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണമല്ലോ അടുത്ത പരിപാടിക്ക് ഇറങ്ങാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. രണ്ടെണ്ണം പിടിച്ച് കഴിക്കാൻ നിൽക്കുന്ന എഴുതിയമ്മ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൊട്ടൊക്കെ കണ്ടതിന് ശേഷം ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛനില്ല, പല്ലുവേദനയെന്ന് പറഞ്ഞു. അനിയനാണെങ്കിൽ അവിടെ ഗംഭീര തുള്ളലായിരുന്നു, അവനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞു പോയി ഒരു ഐസ്ക്രീം കഴിച്ചു. അതുപോലെ തന്നെ കാളാനുണ്ടല്ലോ, കാളാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഈ ഹിന്ദിക്കാരുടെ കയ്യിലൊക്കെ ഉള്ളത്. അപ്പോൾ അതും പാനിപൂരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പാനിപൂരി ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ, വെറുതെ പൈസ പോയി. പക്ഷെ കാളൻ സൂപ്പർ ടേസ്റ്റായിരുന്നു. ആ ടേസ്റ്റ് കാരണം തന്നെ നാവ് പൊള്ളി. ആ ദിവസം നല്ല ചൂടായിരുന്നു, അങ്ങനെ എടുത്ത് വയലിട്ടിട്ട് നാവ് പൊള്ളി പോയിട്ടുണ്ടായിരുന്നു ആക്രാന്തം കാരണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ശിവുവിന് വാശി പിടിച്ച് ഓരോ ബലൂണൊക്കെ വാങ്ങിക്കൊടുത്ത്. ആ ബലൂൺ ശരിക്കും പറഞ്ഞാൽ ശിവു അത് കണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം. ഞാനിത് എപ്പോഴെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷേ അത് വീട്ടിലെത്തുമ്പോഴത്തേനും അതിൻ്റെ പരിപാടി തർപ്പണ പൂജ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയൻ അങ്ങനെ ശരിയാക്കി തരിക ചെയ്തത് നിങ്ങൾ ഓൾറെഡി ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഓരോന്ന് കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കമ്മലുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഞാൻ ഓടിപ്പോയി കുറച്ച് കമ്മലുകളൊക്കെ സ്കാൻ ചെയ്ത് പോന്നു. ആസ് യൂഷ്വൽ ഞാനൊന്നും വാങ്ങാൻ നിന്നില്ല, ജസ്റ്റ് വീഡിയോ എടുത്തു മാത്രം കേട്ടോ. എനിക്കിങ്ങനെ കാണാനാണ് കൂടുതൽ ഇഷ്ടം. അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. പിന്നീട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ആ പോണ വഴിയിൽ നമ്മൾ കൊട്ട് കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ.
ആനയുടെ ചങ്ങലക്കിലേക്കും കേൾക്കൂലോ. അങ്ങനെ ഞങ്ങൾ ചാടിത്തുള്ളി വീട്ടിലോട്ട് വന്നപ്പോഴെന്താ വീട്ടിൽ കറണ്ടില്ല. അതേ ഈ ബലൂണിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ ഈ ഒരു എഴുന്നള്ളിപ്പ് സമയത്ത് കറണ്ട് ഓഫാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ലേറ്റായി എഴുന്നള്ളിപ്പ് കഴിയാൻ. അപ്പോൾ ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല. ഞങ്ങളങ്ങനെ വീട്ടിൽ കയറി 2 മിനിറ്റിനുള്ളിൽ കറണ്ട് വന്നു കേട്ടോ. എന്താ ഐശ്വര്യല്ലേ. അതിന് ശേഷം പിന്നെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ നിന്നില്ല. ഈവനിങ് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണല്ലോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശിവുവിനും ഉണ്ണിക്കും ഫുഡ് കൊടുത്തു, ഞങ്ങളും ഫുഡ് കഴിച്ചു. അങ്ങനെ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്. പടിഞ്ഞാറേ നടക്കാരുടെ പരിപാടിയാണ് കേട്ടോ അത്. 2 നടക്കാർക്കും വേറെ വേറെ പരിപാടികളാണ്. അപ്പോൾ പടിഞ്ഞാറേ നടയിൽ അന്നത്തെ ദിവസം ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാനാണ് ഞങ്ങൾ ആദ്യം പോയി. അതിനുശേഷം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്യൂഷൻ എന്തോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ ഡാൻസാണ് കേട്ടോ കാണുന്നത്. അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു കേട്ടോ. പണിന്തിടും തരണി പോറ്റും തിരുമകൾ കൗതുവം തത്തിന്നി തത്തിന്നി എന ആടി പണിന്തിടും ധരണി പോറ്റും തിരുമകൾ കൗതുവം താരിണി താരിണി എന ആടി പണിന്തിടും ധരണി പോറ്റും തിരുമകൾ കൗതുവം തക തക താം തക തക തേ ആകുതി കുത്ത കീത തും കിട കിട തകിട. അങ്ങനെ ഞങ്ങളിതേ ഡാൻസ് പരിപാടിയൊക്കെ കണ്ടു. ഞങ്ങളെത്തിയപ്പോഴത്തേനും ഏകദേശം 1-2 ഐറ്റം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അതേ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇരിക്കാൻ തന്നെ ഒരു കുഞ്ഞ് ഗ്യാപ്പ് കണ്ടപ്പോൾ അവിടെ ചാടി കയറി ഇരുന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ പരിപാടി ഞാൻ ഫുള്ളൊന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അങ്ങനെ ക്യാമറ സൂം ചെയ്ത് അങ്ങനെ കറക്റ്റായിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 1-2 ഐറ്റം മാത്രമേ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. ശിവനാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അവൻ ആ തൊപ്പിയൊക്കെ പിടിച്ച് വലിച്ചൂരാനൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പരിപാടി തീർന്നപ്പോൾ ഞങ്ങൾ വേഗം അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ പോയപ്പോൾ അവരെല്ലാവരും താലം കൊളുത്താനും പള്ളിവേട്ട അങ്ങനത്തെ ചടങ്ങുകളൊക്കെ പോയിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിയാൻ നിന്നില്ല, തിരിച്ച് വീട്ടിലോട്ട് പോന്നു. നല്ല മഞ്ഞുണ്ടായിരുന്നു, ശിവന് ഉറക്കം വന്നിട്ടുള്ള ബഹളം. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.